അമ്മ പാല്. വല്ലതൊക്കെ വായിച്ച് പടി, ഇതൊക്കെ അറിവ് കിട്ടട്ട്. ഓ ശരി. അമ്മോ. ഇതെന്റെ കുഞ്ഞിനുള്ളതാ. നിങ്ങൾ വേണമെങ്കിൽ അകത്ത് പോയെടുത്ത് കുടിക്ക്. പാലിതിവിടെ ആർക്ക് വേണം? എനിക്ക് ചായ മതി. നമ്മുടെ മൂത്ത മധുരക്കിഴങ്ങ് എണീറ്റില്ലേ? ഇല്ല, ഇന്നലെ മൊത്തം പഠിക്കായിരുന്നു. പുതിയ ബുക്കൊക്കെ വാങ്ങിച്ചിട്ടേ ഇക്കൊല്ലെങ്കിലും ഒന്ന് ജയിച്ചാ മതിയായിരുന്നു എന്റെ ഭഗവാനെ. എവിടെ നന്നാവാൻ? പട്ടീരെ വാല് 10,000 കൊല്ല കുഴലിട്ട് വെച്ചാലും അളഞ്ഞായിരിക്കൂ. ഇന്ന് വൈകുന്നേരം എക്സ് മിലിറ്ററിക്കാരുടെ വാട്സാപ്പ് മീറ്റിംഗ് ഉണ്ട്. അതിലൊരു ഡാൻസ് കളിച്ചിടണം. അവനാകുമ്പോ കുറച്ച് ഡാൻസ് ഒക്കെ അറിയാം. ഞാൻ പോയി അവനെ വിളിച്ചിട്ട് വരാം. ഉണ്ണി എണീറ്റേടാ. ചന്തിക്ക് വെയിലടിച്ചാലും ബോംബ് പൊട്ടിത്തെറിച്ചാലും അമ്മ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാലും ഇവൻ എണീക്കില്ല. 24 മണിക്കൂർ ഫാനിന്റെ മൂട്ടില്. ആ ഫാനിന് കൈയും കാലും ഉണ്ടെങ്കിൽ അവന്റെ മണ്ട അടിച്ച് കീറിയാനെ. ഉണ്ണി ഇങ്ങോട്ട് വന്ന് ഞാനല്ലേ വിളിക്കുന്നത്. കുട്ടനോ? ഉണ്ണി എണീച്ചു പോടാ അമ്മേ. അല്ല, അച്ഛൻ എന്താ ഊട്ടിയില്? ഊട്ടിയിൽ നിന്റെ അമ്പച്ചിന്റെ മാപ്പിളെ കെട്ടിക്കാൻ വന്നത്. കാമ തവള. 5 മിനിറ്റ് ഞാൻ എണീക്കാൻ താമസിച്ചിരുന്നെങ്കിൽ നീ എന്നെ നശിപ്പിച്ചില്ലടാ. അച്ഛനെ കാമുക തിരിച്ചറിഞ്ഞുകൂടാത്ത കാമത്തവള. സോറി അച്ഛാ, ഞാൻ പോയി സ്വപ്നമല്ല റിയൽ ആണെന്ന്. ഞാൻ പോയി കുളിച്ചിട്ട് പല്ല് വെച്ചിട്ട് വരാം. ആരെ കുളിപ്പിക്കാൻ? എന്നെ പോയി പോയി. എന്റെ ദൈവമേ, 2 മധുര കിഴങ്ങുകൾ. എടിയേ, നമ്മുടെ മക്കളെല്ലാം വഴിതെറ്റി പോവോന്നൊരു ഡൗട്ട് ഇല്ലാതെ ഇല്ല. നീ എന്താടാ പണി അവിടെ? അച്ഛാ ഒന്നിങ്ങന്നേ. ആ ബൾബ് ഒന്നെടുത്തേ. ഇതിലേതാടാ ബൾബ്? തുണി നേരടാ. ഇങ്ങനെ എന്റെ അച്ഛനോ അതോ കൊച്ചിച്ചനോ? ലൈറ്റ് ഇട്, വേഗോട്ട്. ഇന്നെങ്ങാനും ഇടുവോ? ഓക്കെ വാ പോ. കണ്ണനലിയോ, കണ്ണനലിയ, കണ്ണനലിയ. ഷിബു കേട്ടാ, നീ രാവിലെ ഇറങ്ങിയോ? ആലിയ ബാ കേറി വാ. ഓ നീ ഇരിക്കേ, ഞാനൊന്ന് കുളിച്ചിട്ട് ഓക്കേ അലിയ. ഡേയ്, ഇവന്റെ കൂട്ട് ഇതുവരെ വിട്ടില്ലേ നീ? എവനെ ഇറക്കി വിട്. ഇതൊന്നും ശരിയാവില്ല. ഇവിടെ വന്ന് വീട് ബംഗാളിയുടെ ലോഡ്ജ് പോലെ ആയി. ഇറക്കി വിട അവനെ. ഡേയ്, ഇങ്ങനെ തന്തയൊക്കെ തന്നെ, കാര്യമൊന്നുമില്ല, വെറുതെയാ. നീ അവിടെ ഇരിക്കും. നിന്റെ അച്ഛനാടാ ഞാൻ. അച്ഛനൊക്കെ ശരി തന്നെ. കിഴക്കമ്പലത്ത് നടന്ന ഓർമ്മയുണ്ടല്ലോ? പിള്ളേർ മൂട്ടിയിട്ട് പോച്ചു കളയും. ചുമ്മാ ഇവിടെ ഇരിക്കാതെ പോയി വാഴയ്ക്ക് വല്ല വളമിട്. കുത്തിയിരിക്കാതെ ചുമ്മാ എണിച്ച് പോയേ. ദാ മോനെ, നിന്റെ പേരെന്താടാ? മറന്നു പോയടാ. സിബു സേട്ടാ.
ആ ഞാൻ എന്നെ തന്നെ ചിലപ്പോ മോഹൻലാൽ എന്നൊക്കെ വിളിക്കും. ആണോ? ഉം. മമ്മൂട്ടി ഇടാത്തത് ഭാഗ്യം. ഈ എന്തിനാടാ നല്ല മനുഷ്യന്റെ പേരൂടെ നശിപ്പിക്കുന്നേ? ഞാൻ കടുത്ത ലാലേട്ടൻ ഫാനാണ് ചേട്ടാ. ഓ ആണോ? ചേട്ടൻ എന്നെ സിബു പാണ്ഡ്യന്ന് വിളിച്ചോ? അതെന്താടാ ശിവു പാണ്ഡെ? കുംഫു പാണ്ഡെ ഞാൻ കേട്ടിട്ടുണ്ട്. പാണ്ഡ അച്ഛനാണ് ചേട്ടാ. ആണാ? അത് ശരി, നമ്മുടെ നാട്ടിൽ മനുഷ്യന്മാരാണ് അച്ഛന്മാര്. നിങ്ങളുടെ നാട്ടിൽ പാണ്ഡെ കുരങ്ങുമാരൊക്കെയാണ് അച്ഛന്മാര്. കഷ്ടം തന്നെ. പിന്നെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നടാ? തട്ടിമുട്ടിയൊക്കെ പോണ് ചേട്ടാ. ശരി. ആ സോട്ടു മേരി ഭയ്യ ബോലോ. എടാ പൊട്ടൻ സോട്ടു, നിന്റെ കയ്യിൽ 1 രൂപ, എന്റെ കയ്യിൽ 2 രൂപ, നമ്മൾ ചേർന്നാൽ 3 രൂപ. ഇത് നിനക്ക് മനസ്സിലാവത്തില്ലടാ പൊട്ടൻ സോട്ടു. ആ അത് തന്നെ. ഓ ആ हम ठीक है हो, मैं सबको ठीक है. तू तेरी നീ അങ്ങ് പോയി. എന്തടാ? ഞാനൊന്നും കണ്ടില്ലേ. എന്തടാ? ഉം ഉം. പോടാ. ഛേ, എന്തു പാട്ടാടാ നീ പാടുന്നേ? ഒരച്ഛന്റെ മുന്നിൽ ഇരുന്ന് പാടാവുന്ന പാട്ടാണ് നീ പാടുന്നേ. ഈശ്വര, എനിക്ക് കിട്ടിയ 2 എണ്ണം ഇങ്ങനെ ആയിപ്പോയല്ലോ. അച്ഛാ ഇത് തെലുങ്ക് പാട്ടാണ്, പോളി സോങ് അല്ലേ? ഇതൊക്കെ എന്ത് തരം പാട്ടുകളാ? നീ ആ ഗൂഗിൾ എടുത്ത് പഴയ പാട്ടുകളൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. എന്ത് നല്ല പാട്ടുകൾ അക്കാലത്ത് ഉണ്ടായിരുന്നത്. അതൊക്കെ ഒരു കാലം. ആ കാലമൊക്കെ പോയല്ലോ അച്ഛാ. ഇപ്പൊ വെടിച്ചില് കാലമല്ലേ അച്ഛാ? യുറേക്ക. വല്ല കക്കൂസിലോട്ട് പോടാ. അതല്ല അച്ഛാ, അച്ഛൻ ഈ പാട്ടിനോട് ഡാൻസ് കളിച്ചാ എക്സ് മിലിറ്ററിക്കാരുടെ പരിപാടിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടും. 100% ഉറപ്പാ. ഛേ, അതൊന്നും ശരിയാവൂല. അച്ഛാ സെറ്റാവും. അയ്യോ ആ അയ്യോ എന്തുണ്ട് വിശേഷങ്ങൾ?